ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് ഇന്ത്യൻ പ്രവാസികൾക്കും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും നിരാശ. പ്രവാസികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം. പ്രവാസി ഇന്ത്യക്കാർക്ക് കർശനമായ നികുതി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ബജറ്റാണ് പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിച്ചത്. വിദേശ വരുമാനത്തിന്റെ കർശനമായ സൂക്ഷ്മ പരിശോധന, നികുതി ചുമത്തുന്നതിനുള്ള വിപുലീകൃത റെസിഡൻസി നിർവചനങ്ങൾ, നികുതി ഉടമ്പടി ആനുകൂല്യങ്ങളിൽ സാധ്യമായ പ്രത്യാഘാതങ്ങൾ എന്നിവ ബജറ്റിൽ അവതരിപ്പിച്ച പ്രധാന മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം പ്രവാസികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ദീർഘകാല മൂലധന ആസ്തികളായ സ്വർണം, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ എന്നിവയുടെ ഹോൾഡിംഗ് കാലയളവ് 36 മാസത്തിൽ നിന്നും 24 മാസമായി കുറച്ചത് പ്രവാസികളായ വൻ നിക്ഷേപകർക്ക് ഗുണകരമായിരിക്കും. നിരാശാജനകമായ ബജറ്റ് എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഒമാനിലെ ഹൈമയിൽ വാഹനാപകടത്തിൽ 3 ഇന്ത്യക്കാർ മരിച്ചു. 8 പേർക്ക് പരിക്ക്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരെല്ലാം ഉത്തർപ്രദേശ് സ്വദേശികളാണ്. പരിക്കേറ്റവരിലും മലയാളികൾ ഇല്ലെന്നാണ് പ്രാഥമിക വിവരം. ദുബായ് സൈക്ലിംഗ് റേസ് 2025 നാളെ രാവിലെ ദുബൈയിലെ പ്രധാന റോഡുകൾ അടച്ചിടും. ഊദ്മേത്ത റോഡ്, ദുബായ് അല്ലൈൻ റോഡ്, ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ റോഡ്, എക്സ്പോ റോഡ്, ലഹബാബ് സ്ട്രീറ്റ് എന്നീ 5 പ്രധാന റോഡുകളാണ് നാളെ രാവിലെ 6 മണി മുതൽ അടച്ചിടുന്നത്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ നിന്ന് രാവിലെ 6:30 ആരംഭിക്കുന്ന മത്സരം 101 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ച് എക്സ്പോ സിറ്റിയിൽ സമാപിക്കും. UAEയിൽ ഇന്നലെയും ഇന്നും നേരിയ മഴ. നാളെയും മറ്റന്നാളും മഴ തുടരാൻ സാധ്യത. ഫുജൈറയിലെ അൽ ഖലാബിയ, അൽ ഹല, ദിബ്ബ എന്നിവിടങ്ങളിലും റാസൽ ഖൈമയിലെ ആസ്മ അടക്കമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്ന് രാവിലെ മഴ പെയ്തത്. പടിഞ്ഞാറൻ ഉൾപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞും നാളെ പുലർച്ചെയും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് മലയാളിക്ക് വീണ്ടും സമ്മാനം. ഖത്തറിലെ പ്രവാസി മലയാളിയായ അജിത് കുമാറിനാണ് 10 ലക്ഷം ദിർഹം സമ്മാനമായി ലഭിച്ചത്. 20 വർഷമായി ഖത്തറിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് 53-കാരനായ അജിത് കുമാർ. ഖത്തറിലെ ഇന്ത്യൻ എംബസി എപെക് സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന സഖ്യത്തിന് വൻ വിജയം. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റായി AP മണികണ്ഠനും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം പ്രസിഡന്റായി ഷാനവാസ് ബാവയും വൻ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു. സൗദി അറേബ്യയിലെ അനുഗ്രഹീത സംഗീത സംവിധായകൻ നാസർ അൽ സാലി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഗൾഫ് അറബ് സംഗീത ലോകത്തെ പ്രശസ്തനായ നാസർ അൽ സാലി ഗൾഫ് സംഗീതത്തിന്റെ നായകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അൽ അഹ്സയിൽ ജനിച്ച നാസർ അൽ സാലി സമകാലിക ഗൾഫ് സംഗീതത്തിന്റെ ആചാര്യനായി ആദരിക്കപ്പെടുന്നു. ലോകപ്രശസ്ത അറബ് ഗായകൻ മുഹമ്മദ് അബ്ദു അവതരിപ്പിച്ച അൽ അമാക്കൻ നാസർ അൽ സാലിഹിന്റെ ഏറ്റവും മികച്ച രചനകളിൽ ഒന്നാണ്. കേന്ദ്ര ബജറ്റ് പൊതുവെ സ്വാഗതാർഹമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. അതേസമയം കേരളത്തിന് പ്രത്യേക പദ്ധതി ഇല്ലാത്തത് നിരാശാജനകമെന്നും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വിളിച്ചു ചേർത്ത വിവിധ സംഘടനകളുടെ സംയുക്ത ബജറ്റ് അവലോകന യോഗം വിലയിരുത്തി. പ്രസിഡന്റ് ഷവരിയാർ CE ചാക്കുനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, PI അജയൻ, MI അഷ്റഫ്, CV ജോസി, CC മനോജ്, P അഷീം, ശ്രീകല മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. MDC സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ സ്വാഗതവും റിയാസ് നേരോത്ത് നന്ദിയും പറഞ്ഞു. ദുബൈയിൽ നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വിമാന ടിക്കറ്റ് നിരക്ക് ഉയരും. ആവേശകരമായ മത്സരം കാണാൻ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഏറെ പേർ എത്തുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ വിമാന ഹോട്ടൽ ബുക്കിംഗുകൾ അവസാന നിമിഷം കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. നിരക്ക് 50% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഈ മാസം 23-നാണ് ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്നത്.